നിങ്ങളൊരു കാര്യം പരിചയപ്പെടും. നമുക്കറിയാം ഇന്ന് ഹോട്ടലുകളിലും മറ്റുള്ള നമുക്ക് ഹോട്ടൽ മേഖലയെ നമ്മൾ കുറ്റപ്പെടുത്തൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. കാരണം ആർക്കാദ്യം ഏറ്റവും കൂടുതൽ കൂലിപ്പണി എഴുതെടുത്ത് ജീവിക്കുന്നവരും മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതായത് മറ്റുള്ള മേഖലയിൽ പണിയെടുക്കുന്നവരും ഈ പൊതിച്ചോറ് ഏറ്റവും നല്ലതാണ്. അവരാണ് പെട്ടെന്ന് ഈ പൊതിച്ചോറിലേക്ക് ഓടി വന്ന് അവരുടെ ഉച്ചക്കത്തെ ഭക്ഷണമാക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, നന്ദി. വീഡിയോയിലേക്ക് കണ്ടിന്യൂ ആയിട്ട് കാണാം. പ്രിയപ്പെട്ട മച്ചന്മാരെ, ഇത് കണ്ടോ നിങ്ങൾ? നമ്മുടെ ഇലപ്പൊതി ചോറിന് ഇവർ ആദ്യം വിറ്റുകൊണ്ടിരുന്നത് 100 രൂപയ്ക്കായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കറിയാം മത്സരമൊക്കെ വന്നതുകൊണ്ട് ഇലപ്പൊതി വില 80 രൂപയാക്കി. ഈ റൂട്ട് ഞാൻ ഒന്നുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരികയാണ്. സന്തോഷം ഗാർഡൻസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊക്കെ വരും കേട്ടോ. ട്രാൻസ്ഫോമറൊക്കെ വരുന്നവർക്ക് ഇവിടെ, അതായത് കുമ്പഴേന്ന് വരുന്നവർക്ക് നേരെ പത്തനംതിട്ട ടൗണിലേക്ക് പോരുത്, നേരെ വരുമ്പോൾ മൈലപ്പുറം റൂട്ടിൽ തന്നെ വരണം കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മളെ കാണണമല്ലോ നിങ്ങളെല്ലാവരും ഒന്ന്. ഇവിടെ കറിയാണ്. എത്ര മണിക്ക് വരും നിങ്ങൾ? രാവിലെ 11:30 ആകുമ്പോൾ വരും. അല്ലേ, കറികളെല്ലാം പാക്കറ്റില്ല കേട്ടോ. ഇതൊന്ന് മാറ്റി ഒന്ന് കണ്ടോട്ടോ. ആൾക്കാരെല്ലാം ഒന്ന് കാണും. മീൻകറിയാണോ അതല്ലേ? മീൻകറി എത്ര കൂട്ടം കറികൾ വരും? സമ്മന്തി, മെഴുക്ക് പുരട്ടി, അച്ചാറ്, ഒരു തോരൻ. മീൻകറി കാണുമോ? മീൻകറി ഉണ്ടോ? ഡെയിലി മാറ്റം വരും അല്ലേ? എല്ലാം 80 രൂപ അല്ലേ ഉള്ളൂ? ആ, ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ റൂട്ടിൽ വരുന്നവരെല്ലാവരും ഈ ഒരു ഇലപ്പൊതി വാങ്ങുക. ഇലപ്പൊതി നമുക്കറിയാമല്ലോ, ഇലപ്പൊതിയുടെ മഹത്വം അറിയാമല്ലോ. ആ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിനകത്ത് കറികൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ